ഞാനേ നിങ്ങളെ ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങിയതാണ്. കണ്ടപ്പോഴേ ഞാനിതിങ്ങനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിരുന്നു. ഞാനൊരു യാത്രയിലായിരുന്നു. അപ്പം കണ്ട ഉടനെ വണ്ടി നിർത്തി ചാട്ടി ഇറങ്ങി. അപ്പോൾ ആ സാധനം ഇതാണ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇതെന്താണെന്ന്? അപ്പം മനസ്സിലായവരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കണേ. എന്നാലും ഞാൻ ഇതിൻ്റെ ഒന്ന് പേര് പറയാം കേട്ടോ. ഇതാണ് കല്യാണ സൗഗന്ധികം. അതായത് നമ്മുടെ മഹാഭാരതത്തിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഭീമൻ ദ്രൗപദിക്ക് കൊണ്ടുപോയി കൊടുത്ത സാധനം. ദ്രൗപദിയുടെ മേത്ത് ഒരെണ്ണം കാറ്റിൽ എങ്ങനെയോ പറന്ന് വീണു. ഇതിന്റെ സ്മെല്ലും, അതായത് ഇതിന്റെ ഭയങ്കരമായ സൗരഭ്യം ഇതിന്. അപ്പൊ ഇത് ഒരെണ്ണം പറന്നു വന്ന് മേത്ത് വീണപ്പം ഭീമനോട് പറഞ്ഞു, എനിക്ക് ഈ പൂ ഒരുപാട് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ചാകട്ടെ ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞു തരാവേ. ഇതിന് ഒരുപാട് കഥകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു കല്യാണ സൗധത്തിന്റെ ഒരു ചെറിയ തൈയെങ്കിലും നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കണം. ഇതുണ്ടോ, ഇതിന്റെ പൂ എന്ന് പറഞ്ഞാൽ നല്ല വെള്ള പൂ, ഇങ്ങനെ കൊലച്ച് ഇങ്ങനെ തൂങ്ങി ഭയങ്കര ആ ഒരു പ്രദേശം മുഴുവൻ ഇതിന് സൗരഭ്യം പരന്ന് നിൽക്കും. അപ്പൊ ഇതിന്റെ ഗുണങ്ങളും ഇത് വെച്ചാലത്തെ നിങ്ങൾക്കുണ്ടാകുന്ന ഐശ്വര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോഴേ ഈ കല്യാണ സൗഗന്ധികം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരുടെയെങ്കിലും ഒക്കെ വീട്ടിലുണ്ടാവും ഇത്. ഇല്ലാത്തവരാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമ്പ് കൊടുത്തേക്കണമെന്ന്, ഒരു ചെറിയ തയ്യ് എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. ഈ കല്യാണ സൗഗന്ധികം നിൽക്കുന്ന വീട് അല്ലെങ്കിൽ ആ പരിസരത്തുണ്ടല്ലോ ഒരു പാമ്പടുക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ദുർശക്തികളൊന്നും അടുക്കത്തില്ല. എപ്പോഴും ഉണ്ടല്ലോ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തോട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് തൈ കൊണ്ട് വെക്കുമ്പം തൊട്ട് നമുക്കതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തറിയാം. പിന്നെ ഇത് പൂക്കാനായിട്ട് കുറേ കാലതാമസം എടുക്കുവേ. അപ്പോൾ അത് പൂത്തും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഷ്ടകാലങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എല്ലാം മാറും. കാരണം അതിൻ്റെ ഞാൻ പറയാം, ഈ ഭീമസേനൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്, ഭീമസേനൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ട് വരും നമ്മുടെ ഹനുമാന്റെ അനുഗ്രഹം മേടിച്ച് ആണ് ഈ തൈ പോയി കൊണ്ടുവന്നതും ഈ പൂ ഒരുപാട് കൊണ്ടുവന്ന് ദ്രൗപദിക്ക് കൊടുക്കുന്നതും. അത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കഷ്ടപ്പെട്ടിട്ട് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും ദ്രൗപദിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം ദ്രൗപദി ഇരിക്കുന്നിടം മുഴുവനും ഈ കല്യാണ സൗഗന്ധികം ഇങ്ങനെ പൂത്തു വിരിഞ്ഞ് നിറഞ്ഞു നിന്നു എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്, കല്യാണ സൗഗന്ധികം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൗഭാഗ്യവും വന്നു കിട്ടും. അതും കല്യാണ സൗഗന്ധികം വെക്കേണ്ടത് നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ കിഴക്ക് വശം, അതായത് നടവാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് വലത്ത് ഭാഗത്തായിട്ട് കല്യാണ സൗഗന്ധികം വെക്കുക. രാത്രിയിൽ നമ്മൾ ഇതിൻ്റെ പൂവിൻ്റെ സ്മെല്ലടിക്കുക, ആ പൂവൊന്ന് പോയി മണത്ത് നോക്കുക. ഇതൊക്കെ ചെയ്യാം. നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ്. രാത്രിയിൽ ഉറങ്ങുമ്പോഴും നമുക്ക് നല്ലതാണ് ഇത്. ഈ പൂ പോയി ഒന്ന് സ്മെല്ല് ചെയ്തേച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളിത് ഒടിച്ചെടുത്ത് നശിപ്പിക്കരുത് കേട്ടോ. അപ്പം നമ്മളൊന്ന് പോയി തൊടുവോ തലോടുവോ ഒക്കെ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പവുമില്ല. പിന്നെ ഇത് സ്ത്രീകൾ ഒരുപാട് ആഗ്രഹിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഭർത്താവിൽ നിന്ന് നമുക്ക് ആഗ്രഹിച്ചിട്ട് ഈ കല്യാണ സൗഗന്ധികം കൊണ്ട് വെച്ച് കഴിഞ്ഞ് ഇത് പൂത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ നടക്കും. അതിൻ്റെ അകത്ത് മെയിനായിട്ടും പറയുന്നുണ്ട്, ദ്രൗപദി ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇത് ഭീമസേനൻ കൊണ്ടു കൊടുത്തതെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ്, അതുപോലെ തന്നെ നമ്മളും ഒരുപാട്, അതായത് ഭർത്താവ് ഇത് കൊണ്ട് തരണമെന്നൊന്നും നമ്മൾ വാശി പിടിക്കണ്ട. ദ്രൗപദി ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ തന്നെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ ഭർത്താവിന് എന്തെങ്കിലും ദുർനടപ്പുണ്ടെങ്കിലോ അല്ല ഭർത്താവിൽ നിന്നും മറ്റെന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ആരെങ്കിലും നിങ്ങൾ ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളിത് ആഗ്രഹിക്കുക. ഇത് പൂത്തൊലഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ കുടുംബ പ്രശ്നങ്ങളും മാറും. അതുപോലെ തന്നെ ഈ കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ബന്ധം വേർവിട്ട് പോകരുത്. അപ്പം ഭീമസേനുമായിട്ടുള്ള ബന്ധം ദ്രൗപദിയുടെ ഒരിക്കലും പോകരുത്. അത് അടി ഉറപ്പിച്ചതായിരുന്നു ദ്രൗപദി. കാരണം അറിയാലോ, ഭീമസേനന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, ഒരു രാക്ഷസി ഉണ്ടായിരുന്നു. രാക്ഷസിയിലുണ്ടായതാണ് ഘടോൽക്കചൻ. അപ്പം അതാണ് പറഞ്ഞത്, ഈ ദ്രൗപദിയെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ പുള്ളിക്കാരുടെ അടുത്തോട്ട് പോകരുതെന്നും കൂടെ ഈ ദ്രൗപദി മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ആ ഉറപ്പ് തന്നെയായിട്ട് തന്നെ ഫലിച്ചു. കാരണം പുള്ളിക്കാരി മരിക്കുകയും ചെയ്തു, ഘടോൽക്കചനും ആ വകുപ്പിലെ യുദ്ധത്തിൽ മരിച്ചും പോയി. അപ്പം ഇവർ നിലനിന്നെങ്കിലും കാലക്രമേണ ഓരോരുത്തരും മനുഷ്യരല്ലേ, മനുഷ്യ ജന്മമാണ്, ദേവജന്മമാണെന്ന് പറഞ്ഞാലും മരണമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഭൂമിയിൽ നിന്ന് പോയെങ്കിലും അവസാന കാലം വരെ ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു. അത് നിങ്ങൾക്കൊക്കെ അറിയാം, പുരാണം അറിയാവുന്നവർക്ക്. എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ കല്യാണ സൗഗന്ധികം വെച്ച് അത് നമുക്ക് ജീവിതത്തിൽ അത് ഫലിച്ചിരിക്കും.
കായ്ക്കും. നിങ്ങൾ എവിടുന്നെങ്കിലും ഒരു തൈ കൊണ്ടുവന്ന് വെച്ചോ കേട്ടോ. ഇന്നലെ ഉണ്ടല്ലോ, ഞാനത് കാണിക്കാൻ വിട്ടുപോയിട്ടാണ്. ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചു, ഒരു തൈ കൊണ്ടുവന്ന് ഞാനും വെച്ചു കേട്ടോ. ഞാൻ ഇന്ന് വെച്ചിട്ടില്ല. അപ്പോൾ ഈ കല്യാണ സൗഗന്ധികം ഞാൻ വെക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എന്തായാലും വെള്ളിയാഴ്ചയെ വെക്കുന്നുള്ളൂ. ഞാൻ അന്നേരം ഒരു ഇച്ചിരി മണ്ണും അതിൻ്റെ അകത്ത് ഇത്തിരി വെള്ളമൊക്കെ കൂടെ ഒഴിച്ചിട്ട് ഞാൻ ആ തൈ ഇങ്ങനെ കുപ്പിയിലേക്ക് ഇറക്കി വെച്ചേക്കുക. അപ്പം ഞാനത് വെള്ളിയാഴ്ച ഞാനെടുത്ത്, അത് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു വെള്ളിയാഴ്ച വെക്കണമെന്ന് എൻ്റെ ഒരു മനസ്സിൽ തോന്നി. എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് വെള്ളിയാഴ്ച വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനിയിപ്പം ഞാനത് പോയി തൊടുവൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചാട്ടെ ഇപ്പം നിങ്ങളെ ഞാൻ പൊക്കിയെടുത്ത് കാണിക്കാത്തത്. അപ്പോൾ എനിക്ക് ആ ഒരു തൈ കിട്ടിയപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം, ഞാൻ വലിയൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കൊണ്ടുവന്ന് വെക്കണമെന്ന് വിചാരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറ്റ ഇൻ്റർലോക്കൊക്കെ ചെയ്തേക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം അവിടെ കുഴിയൊക്കെ കുഴിച്ച് കിഴക്ക് വശത്ത് എനിക്ക് വെക്കാനായിട്ട്. അപ്പം ഈ കല്യാണ സൗഗന്ധിയം നമ്മുടെ വീട്ടിൽ ഒരു ചൂടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇത് പൂക്കുമ്പം തൊട്ട്, പൂക്കണമെന്നില്ല, ഇത് കൊണ്ട് വെക്കുമ്പം തൊട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകും. അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, നമ്മൾ ലോകത്തേത് സസ്യമായിക്കോട്ടെ, ഏത് ചെടിയായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്തും നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എല്ലാവരും പറയും കവുങ്ങ് വെച്ചാൽ നല്ലതാണ്, വെറ്റില ഇട്ടാൽ നല്ലതാണ്, ശംഖുപുഷ്പം നല്ലതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും. അടുക്കള വശത്ത് വെച്ചാൽ നല്ലതാണ്, കന്നിമൂല സൈഡ്, പടിഞ്ഞാറ് വശത്ത്, കിണറിൻ്റെ സൈഡൊക്കെ വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനും നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരി ഈ കല്യാണ സൗഗന്ധിയം വെക്കുന്നത്, അതുപോലെ തന്നെ കൃഷ്ണൻ ദ്വാരകയിൽ നിന്നൊരു സാധനം കൊണ്ടുവന്ന് നമ്മുടെ രുക്മിണിക്ക് കൊടുത്തിട്ടുണ്ട്. അതിപ്പം കാണിക്കണമെങ്കിൽ ഞാനത് നിങ്ങളെ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതിൻ്റെ പേര് പാരിജാതം എന്നാണ്. പക്ഷേ ഈ ആലപ്പുഴയൊക്കെ ഉണ്ടല്ലോ, പാരിജാതം എന്ന് പറയുന്നത് ഒരു മരത്തേൽ ഇങ്ങനെ ഒരു തരം പൂവുണ്ടായി നല്ല സ്മെല്ല് വരുന്നതാണ്. ഈ നാട്ടിലോട്ടൊക്കെ എല്ലാവരും പക്ഷെ ഞങ്ങളുടെ അങ്ങോട്ട് അങ്ങനെയല്ല. ചെറിയൊരു ഇങ്ങനെ ഈ തണ്ടിൻ്റെ വണ്ണവേ കാണും, എൻ്റെ കൈവറിൻ്റെ. എന്നിട്ട് ഇത് രാത്രി മാത്രം വിരിയും, ഭയങ്കര കൊലകുത്തി ഇങ്ങനെ വിരിയും. ആ ഒരു ഏരിയ മുഴുവൻ ഇതിൻ്റെ മണമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മണമാണ്. ഞാൻ വല്ല തവണ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് പിടിക്കാത്തതാണത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ശ്രീകൃഷ്ണൻ്റെതായ ആ ഒരു സാന്നിധ്യം എപ്പോഴും നമുക്ക് ഈ പാരിജാതം നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് അനുഭവപ്പെടും. സത്യമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നിങ്ങൾ ഇത് കല്യാണ സൗഗന്ധിയം എവിടെ കിട്ടിയാലും നിങ്ങൾ കൊണ്ടുവന്ന് ഒരു തൈ മേടിച്ച് വെച്ചോണം. ഇനി അതല്ല വല്ല നേഴ്സറിയിലുണ്ടെങ്കിൽ, ഞാൻ നേഴ്സറി പലയിടത്തും തിരക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇന്നലെ യാദൃശ്യമായിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇടുക്കിയിൽ ഞാൻ പോയി കഴിയുമ്പം നിങ്ങളെ ഞാൻ ഈ പറഞ്ഞ പാരിജാതം നിങ്ങളെ ഒന്ന് കാണിച്ചും തരാം കേട്ടോ. അപ്പം ഈ കല്യാണ സൗഗന്ധിയം നമ്മുടെ ജീവിതവും എപ്പോഴും സൗഗന്ധിയം നിറഞ്ഞതായിട്ടിരിക്കട്ടെ, നമ്മുടെ ഭർത്താവും മക്കളോടും ഒക്കെ. അപ്പം ഈ കല്യാണ സൗഗന്ധിയം നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ, നമ്മുടെ കഷ്ടകാലങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും നമ്മൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്നേ. നിങ്ങൾ എത്ര അകന്നു കഴിഞ്ഞാലും നമ്മളിത് മനസ്സിൽ ദ്രൗപദീനെ ഒന്ന് മനസ്സിൽ ഓർത്തിട്ട്, ദ്രൗപദീനെയും ഭീമസേനനെ ഒന്ന് മനസ്സിൽ ഓർത്തിട്ട് ഈ ഒരു ചെടി കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ നിൽക്കുവാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് ഒന്ന് ചെയ്തു. അതും ഞാൻ പറഞ്ഞല്ലോ, കിഴക്ക് വശത്തേ വെക്കാവുള്ളൂ. അതായത് സൂര്യൻ്റെ ആ വെട്ടം ഈ കല്യാണ സൗഗന്ധിയത്തിൽ അടിക്കണം. അതായത് കിഴക്ക് വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലത്തു ഭാഗത്തായിട്ടേ വെക്കാവുള്ളൂ. നമ്മുടെ കൈ നേരെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മുടെ എൻ്റെ വലത്ത് വശം ഈ സൈഡാണ്. അപ്പം ഞാൻ ഈ സൈഡിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കല്യാണ സൗഗന്ധിയത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നെങ്കിലും അല്ലെ അറിയത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ, ബൈ ബൈ, ഓക്കേ.